ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനുശേഷം നിയമപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും, നിയമം അതിൻ്റെ വഴിക്ക് പോകും. അന്വേഷണം ഉണ്ടാവേണ്ടത് അന്വേഷണമൊക്കെ ഉണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു നീതിപൂർവമായ ഒരു പരിഹാരം കൂടി ഉടനെ തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്, സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടു കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്? അദ്ദേഹം ഈ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും എല്ലാം ഉണ്ടായെന്ന തരത്തിൽ തന്നെയല്ല ആദ്യത്തെ ഒരു പ്രതികരണ സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇട്ടിരിക്കുന്ന FIR-നെ ആസ്പദമാക്കിയിട്ടാണ്. FIR-ൽ കാരണം FIR-ൽ കേസെടുത്തത് അന്നേരം ഉണ്ടായ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ പെൺകുട്ടികൾ, ഈ 2 പെൺകുട്ടികളും അവരെ കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനും ആ സമയത്ത് സിസ്റ്റേഴ്സ് എത്തിയിട്ടില്ലായിരുന്നു. അതിലൊരു പെൺകുട്ടി അവിടെ ഒരല്പം ഭാവപ്രകടനം നടത്തുകയും ആ പെൺകുട്ടിയുടെ ചില വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ റെയിൽവേ പോലീസാണ് കേസെടുത്ത് FIR ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും FIR വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ കേസിടുന്നത്. ആ കേസിട്ട കാര്യമാണ് ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ വിൽ പ്രിവെയിൽ, അല്ലെങ്കിൽ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് നടക്കേണ്ട കാര്യമില്ല, നിയമപരമായിട്ട് തന്നെ. ഇതിൽ ക്രിസ്ത്യാനികളാണ് ഈ 2 കുട്ടികളും 5 വർഷമായി എന്നുള്ളത് കുട്ടികൾ തന്നെ പറയുന്നതായിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ ഇവരുടെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ മനുഷ്യക്കടത്തും ഒപ്പം മതപരിവർത്തനവും നടന്നിട്ടില്ല എന്നാണ് ഈ കന്യാസ്ത്രീകളും ക്രൈസ്തവ പുരോഹിതരും പറയുന്നത്. അപ്പോൾ ഈ കേസ് എങ്ങനെ നിലനിൽക്കും? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ആഭ്യന്തരമന്ത്രി നൽകിയോ? അക്കാര്യം ചോദിച്ചോ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഈ കുട്ടികൾ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ പോലും അറിയാം, ഈ മാവോയിസത്തിൻ്റെ ഏറ്റവും അവരുടെ ഒരു മെയിൻ കേന്ദ്രമാണിത്. അവിടെ ഇന്ത്യൻ സർക്കാരിന് പോലും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ലാൻഡ് റെക്കോർഡ് പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ കൃത്യമായ ബോധ്യവും നമ്മുടെ റെക്കോർഡുകളിലുണ്ട്. പക്ഷേ ഛത്തീസ്ഗഡ് വരുമ്പോൾ പലപ്പോഴും അതൊരു ഗ്രേ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതിനകത്ത് വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം വേണം, അന്വേഷണം നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരൂ. വീഡിയോയിൽ അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, നമ്മളെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വന്നത്, ആരും നിർബന്ധിച്ചിട്ടല്ല, ജോലിക്കാണ് പോകുന്നത്, അവിടെ നിർത്തി. അപ്പൊ നല്ല കാര്യമല്ലേ? അപ്പം കേസിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഉപകാരപ്പെടുമല്ലോ എന്നാണ് അവരും പറയുന്നത്. ഒരു കാര്യം എന്നുള്ളതേ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നു, ക്രൈസ്തവ പുരോഹിതർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു, അവർക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്താണ് ഈ സംസാരത്തിൽ നിന്ന്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് പ്രതീക്ഷ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ വരുന്നതായിട്ട് മനസ്സിൽ ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പ്രതീക്ഷ നല്ല രീതിയിൽ ഏറിയിട്ടുണ്ട്. ഉടനെ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇത് കോടതിയിരിക്കുന്ന വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിനും ഇതിനകത്ത് പ്രതികരിക്കാൻ സാധിക്കില്ല. എനിക്കും അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ പറയാനാവില്ല. സഭകളുടെ ഒരു ആരോപണം ഈ FIR തിരുത്തി എന്നുള്ളതാണ്. ആദ്യത്തെ FIR പിന്നീട് തിരുത്തി, പിന്നീട് ഈ മതപരിവർത്തനത്തിന്റെ കേസ് കൂടി ചേർത്തു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. പലതും മിസ്ഇൻഫർമേഷനാണ്. ഇതിനകത്ത് ആദ്യം ഇട്ടിരിക്കുന്ന FIR കൃത്യമായിട്ട് ഞാൻ കണ്ടു. കോടതിയിൽ കേസ് പോയിരിക്കുന്നത് ആദ്യത്തിട്ടിരിക്കുന്ന FIR-ന്റെ അടിസ്ഥാനത്തിലാണ്. പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ പരത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വസ്തുതകൾ അറിയാവുന്നത് ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ആളുകൾക്കുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും BNS പറയുന്ന എല്ലാ വകുപ്പുകളും അനുസരിച്ച് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ കേസ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയുക, സർക്കാർ ഈ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സബോട്ടാജ് നടത്താൻ നോക്കുന്നു പറഞ്ഞത് ഒരു മിസ്ഇൻഫർമേഷൻ ആണ്. അതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട്. രണ്ടാമത്തെ FIR-ൽ മതപരിവർത്തനവും ചുമത്തി ഈ രണ്ടാമത്തെ ഇത് ഒരു പോലീസ് മനഃപൂർവ്വം പെടുത്തിയതാണെന്നുള്ളതാണ് ഇന്നലെ CBCI പോലും പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ. ഇല്ല, അത് കാരണം
അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ, അന്നിപ്പം നമ്മളും മീഡിയം ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ, അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രൈമാ ഫേസിയായിട്ട് മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെട്ടിയാണ് മുമ്പോട്ട് പോയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസിൽ പലതരത്തിലുള്ള വഴിത്തിരിവുകളും ഉണ്ടാകും. ഇനിയും ഈ പറഞ്ഞ പോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ ഫുൾ പിക്ചർ മുന്നിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിലൊരു സംഗതി നടന്നിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഞാനതാണല്ലോ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിൻ്റെ അന്വേഷണം ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം അതിനകത്ത് തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും. അത് അതിനകത്ത് എന്താ ഇത്ര ഒരു ജാമ്യാപേക്ഷ കൊടുക്കാൻ ആലോചിക്കുകയാണല്ലോ. ജാമ്യാപേക്ഷയെ പിന്തുണച്ചുകൊണ്ട് എന്താണ് അതിലൊരു തീരുമാനം ജാമ്യാപേക്ഷ സംബന്ധിച്ച്? ജാമ്യാപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വേണ്ട, അതായത് ഒരു സർക്കാരിനെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തിരിക്കും. കാരണം ഈ വിഷയത്തിന്റെ നിജസ്ഥിതി കുറച്ചുകൂടി ഞാനങ്ങനെ പറഞ്ഞു ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് നീതിപൂർവമായി ഇവിടുത്തെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും മനസ്സിലാക്കി പല യാഥാർത്ഥ്യങ്ങളും, കാരണം ലാംഗ്വേജ് ബാരിയർ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയും നീതിപൂർവമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയും കൃത്യമായി ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ നീതിപൂർവമായ ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ള ചില ആശയങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കിതിനകത്ത് നല്ല പ്രതീക്ഷയുണ്ട്. അനൂപ്ജി, ഇതിൽ ഇനി ഉള്ള മോചനവും ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്താൽ അതിനെ സർക്കാർ എങ്ങനെ സമീപിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മോചനം. ബേസിക് നമുക്കറിയാവുന്നതാണ്. അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും അങ്ങനെ ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ വിഷയം വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന് ഒരു പ്രധാന ചോദ്യം, അന്ന് സംഭവം നടക്കുമ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ സമ്മർദ്ദം കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആരോപിച്ചു. അപ്പൊ അത് ശരിയാണ്, അത് സംസാരിച്ചു. ഇപ്പം പലതും പറയുന്നത് ഇവിടുന്ന് ഞാൻ പറയട്ടെ പലതും ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ വന്നിട്ട് നമ്മൾക്ക് കേരളത്തിലോട്ട് കിട്ടുന്ന പല ഇൻഫർമേഷനും ഒരു ഹിയർസേയാണ്. നമ്മൾ ഹിയർസേ പ്രകാരം പോകണോ അതോ ഛത്തീസ്ഗഡ് സർക്കാർ ഇനി വരാൻ പോകുന്ന റിട്ടേൺ ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്ഥാനത്തിൽ പോകണമെന്ന് മാത്രം ആലോചിച്ചാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് പല ഇൻഫർമേഷനും ഞങ്ങളുടെ ഭാഗത്തും ഇപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് പല കാര്യത്തിലും എനിക്ക് ക്ലാരിറ്റി ഉണ്ടായത്. തീർച്ചയായിട്ടും അതുകൊണ്ട് അത് സഭാ നേതൃത്വത്തെ ഞാൻ ഇതിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഞാൻ വിളിച്ച് അറിയിക്കുന്നതാവും. അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും. ഇന്നിപ്പോൾ ദുർഗ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞ് കേട്ട ഒരു അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ട് ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ മീറ്റിംഗിന് ശേഷം അവരുമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഈ സിസ്റ്റേഴ്സിന്റെ അവരുടെ ഈ ഒരു മോചനത്തിന് വേണ്ടി ഇടപെടാൻ കൂടി വേണ്ടിയിട്ടാണ് അനൂപ് വന്നിട്ടുള്ളത്. അവരുടെ ഒരു കാര്യത്തിൽ ഇപ്പൊ സർക്കാരായിട്ടുള്ള ചർച്ചയാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി അവരെ കണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം കേരള BJPയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടാവും. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ മുദ്രാവാക്യം തന്നെ കൂടെയുണ്ട് ഞങ്ങൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ എന്ത് പ്രശ്നം വരുമ്പോഴും ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ഇത്രയും മീഡിയയൊക്കെ ആയിട്ട് ഇവിടെ ഛത്തീസ്ഗഡിൽ വന്ന് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന് കാരണം കേരളത്തിൽ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ചിലർ കത്തിച്ചതുകൊണ്ടാണ്. ഇതുപോലുള്ള പല വിഷയങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായപ്പോഴെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ട് വളരെ രമ്യമായ പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലോകമാണ്. അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള കൾച്ചറുണ്ട്, പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്.
പലപ്പോഴും അതിൻ്റെ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്നിരുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. അപ്പം ഞാനും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആദ്യമേ പോയപ്പം എനിക്കും പല എന്താ പറയുന്നത് ഇതുപോലെ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടെ നമ്മളൊന്ന് ജാഗരൂകരാകണം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJPയുടെ ടീമാണ്. ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദിജി ലോകത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്. ആ രാഷ്ട്രീയം കൂടെയുണ്ടോ ഞങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്. അതേസമയം മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇതിൽ എണ്ണ കോരി ഒഴിച്ച് ഒരു വൾച്ചർ രാഷ്ട്രീയം, ഒരു കഴുകൻ്റെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഛത്തീസ്ഗഡിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കഴുകന്റെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാൻ. ഇടപെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്പോൾ പോലും ഈ ബജ്രംഗ് ദൾ ചെയ്തത് തള്ളിപ്പറയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിപൂർവ്വമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ അതിന് പരിഹാരം കണ്ടെത്തട്ടെ. ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, ഇനിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ പിന്നീട് തരാം.